വിളിച്ചിരിക്കുന്ന ദൈവം, കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം. അപ്പൊ നമ്മുടെ ഇവിടെ മോശ ഈ അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് പൗലോസിനെ മുതൽ വിളിക്കുന്നുണ്ട്. പക്ഷെ തനിക്ക് വിളിയെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. എന്നാല് ചെറിയ പ്രായം മുതൽ ശൗമേലിനെ വിളിച്ചപ്പോൾ ശൗമേലിനെ വിളി തിരിച്ചറിയാൻ കഴിഞ്ഞു. ശൗമേലിനെ വിളിക്കുന്ന സന്ദർഭത്തിൽ ശൗമേൽ എന്നിട്ട് ഏലി പുരോഹിതനോട് ചോദിക്കുകയാണ്, സാർ എന്നെ വിളിച്ചോ? ഏലി പുരോഹിതൻ പറഞ്ഞു, ഞാൻ നിന്നെ വിളിച്ചില്ല. പിന്നെയും ദൈവശബ്ദം കേട്ടു. ഞാൻ ഓടിച്ചെന്ന് ചോദിക്കുന്നു, യജമാനെ എന്നെ വിളിച്ചോ? ഏലി പുരോഹിതൻ പറഞ്ഞു, ഞാൻ നിന്നെ വിളിച്ചില്ല. മൂന്നാമത് വിളിക്കുക. അതാണ് ദൈവത്തിന്റെ തിയോഫിനി എന്ന് പറയുന്നത്. തിയോഫിനി, യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത. വിളിക്കുകയാണ്. അത് വചനത്തിലൂടെയാണ് ദൈവം സംസാരിക്കുന്നത്. ദൈവം വിളിക്കുന്നു. ആ വിളി കേട്ട് മൂന്നാമത് ചെല്ലുമ്പോൾ ഏലി പുരോഹിതന് കാര്യം മനസ്സിലായി. ഇവനെ ദൈവം വിളിക്കുകയാണ്. ഇവൻ കേൾക്കുന്നത് ദൈവ ശബ്ദമാണ്. ദൈവത്തിന്റെ ശബ്ദം അവൻ കേൾക്കാൻ തുടങ്ങി. ചെറിയ പ്രായം മുതൽ ദൈവശബ്ദം കേട്ടു. പെട്ടകത്തോട് ചേർന്ന് കിടക്കുകയാണ്. ആലയത്തിലെ വിളക്ക് കെടുന്നതിന് മുൻപ്, പ്രിയരെ, ശരിക്കും ആലയത്തിലെ വിളക്ക് കെട്ടുപോകരുത്. പക്ഷെ ആലയത്തിലെ വിളക്ക് കെടുത്തി കളയാന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം ഏലി പുരോഹിതന്മാരുടെ മക്കൾ ജഡീകമായിരിക്കുന്ന ആസക്തികൾക്ക് വേണ്ടി, ജഡീകമായിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അവർ ജഡീകന്മാരായിരിക്കുമ്പോൾ അതിന്റെ നടുവിൽ ഒരു ശൗമേൽ വളരെ, ഇന്നും കേട്ടുകൊള്ളണം, ഇന്നും നാം ഈ ദൂത് മറന്നു പോകരുത്. എത്ര ജഡീകന്മാർ എഴുന്നേറ്റ് വന്നാലും അതിന്റെ നടുവിൽ ചില ആത്മീയതയും പുറത്തു കൊണ്ടുവരും. ഒരു ജനറേഷനതയും പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. ദൈവ ശബ്ദം കേൾക്കുന്ന, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന, ദൈവ വഴിയിൽ നടക്കുന്ന അടുത്തൊരു ജനറേഷനതയും പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്, ഒഫ്നിയെ ഫിനഹാസെ എന്ന് ചിന്തിക്കരുത്. നീ ഇല്ല എങ്കിൽ ഒരു കാര്യവും നടക്കത്തില്ല എന്ന് ചിന്തിക്കരുത്. ദൈവം അടുത്തൊരു ജനറേഷനതയും പുറത്തു കൊണ്ടുവരും. ഒരു ശൗമേലിന്റെ ജനറേഷനതയും പുറത്തു കൊണ്ടുവരും. ഒരു ശൗല് ദൈവത്തിൽ നിന്നും അകന്നുപോയി ദൈവവചനം വിട്ട് അവൻ യാത്ര ചെയ്യുമ്പോൾ ഒരിക്കലും ചിന്തിക്കരുത്, ശൗലേ, നിന്റെ മേൽ വെളിപ്പെട്ടത് ദൈവത്തിന്റെ കൃപയായിരുന്നു. എന്നാൽ ആ കൃപയെ തട്ടിമാറ്റി നീ മുന്നോട്ട് പോകുമ്പോ ദൈവം മറ്റൊരു ദാവീദിനെ ദൈവം അന്വേഷിക്കുന്ന കാര്യം നീ മറന്നു പോകരുത്. നമ്മുടെ വിളിയെ ഈ ദിവസങ്ങൾ മറക്കരുത്. അതുകൊണ്ട് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം, കൃപയാൽ വിളിച്ചിരിക്കുന്നു. അപ്പോ തന്നെ ശൗമേൽ ബാലനെ ദൈവം പരിശീലിപ്പിക്കുവാനിടയായി തീർന്നു. കൃത്യമാകുന്ന ദൈവ ശബ്ദം കേട്ടു. ദൈവത്തിന്റെ ഇടപെടലുകൾ തന്നെ കേൾക്കുവാനിടയായി തീർന്നു. നമ്മുടെ ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. ഞാൻ ഈ ഓഡിബിൾ ആയിട്ടുള്ള ശബ്ദം ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുണ്ട്. ഞാൻ എന്റെ ചെറിയ പ്രായത്തിൽ ഞാൻ ഒരിക്കൽ രാത്രി 12-1 മണിയാകുമ്പോൾ ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്റെ വീടിന്റെ തിണ്ണയിലിരുന്ന്, ഞാൻ ഒരു കസേരയിലിരുന്ന് ബൈബിൾ വായിക്കുകയാണ്. ഞാൻ ഒരു 12-1 മണിയായി, രാത്രി 1 മണിയൊക്കെ ആവുന്ന സമയമാണ്. ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുക. എന്റെ വീട്ടിൽ എല്ലാവരും കിടന്നുറങ്ങിയ. പെട്ടെന്ന് ഞാൻ പുറകിൽ നിന്ന് ശബ്ദം കേൾക്കുക, ഇതാ ഞാൻ നിന്റെ പുതിയത് മൂർച്ചേറിയതുമായ ഒരു മെതിവണ്ടിയാക്കുന്നു. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ഓർത്ത് ഇതാര ഈ എന്നോട് പറഞ്ഞു ശബ്ദമാ. ഞാൻ പെട്ടെന്ന് കഥ തുറന്ന് നോക്കി. അപ്പൊ ഞാൻ നോക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെല്ലാം, എന്റെ ഭവനത്തിലെ എന്റെ മാതാപിതാക്കളും സഹോദരങ്ങളെല്ലാം നന്നായിട്ട് കിടന്നുറങ്ങുന്ന സമയത്താണ് ഞാൻ ഈ തിണ്ണയിൽ ബൈബിൾ വായിച്ചിരിക്കുന്നത്. പിന്നെയും ഒരിക്കൽ കൂടി ഞാൻ കേൾക്കുകയാണ്. ഒരിക്കൽ കൂടി ആ ശബ്ദം കേട്ടു, ഇതാ ഞാൻ നിന്റെ പുതിയതും മൂർച്ചേറിയതുമായ ഒരു മെതിവണ്ടിയാക്കും. ഇന്ന് രാത്രിയിൽ ഇതൂത് ദൈവം ചിലരോട് ഇടപെടുകയാണ്. ദൈവം നിങ്ങളെ പുതിയതും. ഇതിനകത്ത് സരിത, ആ പേരിലുള്ള ആള് ദൈവദാസനാണോ? ദൈവദാസനായി കൈ ഇങ്ങനെ കാണിച്ചേ. കർത്താവിന്റെ വേലയിലായിരിക്കുന്ന ആളാണോ? കർത്താവ് സരിത, അതെ, ആ സരിത എന്ന് പറയുന്ന ഡിവൈസിലുള്ള ആ അഭിഷിക്തനോട് ദൈവം പറയും, ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചേറിയതുമായ ഒരു മെതിവണ്ടിയാക്കി മാറ്റുവാൻ പോവുകയാണ്. അതെ, പുഴുവായിരിക്കുന്ന യാക്കോബേ, ഇസ്രായേൽ പരിശേ, ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചേറിയതുമായ
ഒരു മെതിവണ്ടിയാക്കി മാറ്റുവാൻ പോവുകയാണ്. ദൈവം അഭിഷിക്തനിലൂടെ ഒരു പ്രവൃത്തി ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതിനാൽ ഈ ദിവസങ്ങൾ പുഴു 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 എന്ന് ചിന്തിച്ചിരുന്നവനോട് ദൈവം പറയുകയാണില്ല, അങ്ങനെയല്ല. അർത്ഥം, അയ്യോ ഞാനൊരു പുഴുവാ, എനിക്ക് ഈ പർവ്വതത്തിന്റെ മുകളിൽ കയറാൻ കഴിയുമോ? ഈ കുന്നെനിക്ക് കയറാൻ കഴിയുമോ? ഈ പ്രതിസന്ധി എനിക്ക് അതിജീവിക്കാൻ കഴിയുമോ? ഇതെന്റെ മുമ്പിൽ വലിയ ഭീമാകാരമായിരിക്കുന്ന ഒരു പർവ്വതത്തിന് തുല്യമായി നിൽക്കുകയാണല്ലോ ഈ പ്രതിസന്ധികൾ. അപ്പൊ കർത്താവ് പറയാ, നീ പർവ്വതത്തെ കുറിച്ച് നീ ചിന്തിക്കേണ്ട, ഞാൻ നിന്നെ മാറ്റുവാൻ പോവുകയാണ്. നിന്റെ മുമ്പിലുള്ള പർവ്വതങ്ങളെ മുഴുവൻ പൊടിക്കുവാൻ തക്ക ഭാഗത്തിൽ, അതിനെ തകർക്കുവാൻ തക്ക ഭാഗത്തിൽ ഞാൻ നിന്നിൽ മാറ്റം വരുത്തുവാൻ പോവുകയാണ്. പിതാവ് ഇപ്പോൾ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് അതിന്റെ മകന്റെ പേര് ഒരു പുതിയ അഭിഷേകത്തിന്റെ ശക്തിയാവരിക്കട്ടെ. ദോഷ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാവരിക്കട്ടെ ആ ദൈവദാസന്റെ മേൽ. സംഭവിക്കട്ടെ. ദൈവശക്തിയുടെ വ്യാപാരം തന്നെ അവന്റെ പേരുണ്ടാവട്ടെ. അത് സംഭവിച്ചതിനായി സ്തോത്രം. ഓക്കെ, അപ്പൊ ഇവിടെ പറയുകയാണ്, തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം. എന്തിനാ വിളിച്ചത്? എന്താ പറയാ? തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം. തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം. അപ്പൊ ദൈവം നമ്മെ വിളിച്ചത്, തിരിച്ചറിയുക, ദൈവം നമ്മെ വിളിച്ചത് ദാവീദിനെ ഉയർത്താനോ, ഏലിയാവിനെ ഉയർത്തുവാനോ, മോശെ ഉയർത്തുവാനോ, ദാനിയേലിനെ ഉയർത്തുവാനോ, 14 ന്യായാധിപന്മാരെ ഉയർത്തുവാനോ, ഇവരൊന്നും ഉയർത്താൻ വേണ്ടിയല്ല കർത്താവ് നമ്മെ വിളിച്ചേ. ദൈവം നമ്മെ വിളിച്ചത് യേശുവിനെ ഉയർത്തുവാൻ വേണ്ടിയാണ്. അതാണ് പുതിയ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരാകുവാൻ അവൻ നമ്മെ പ്രാപ്തരാക്കി മാറ്റി. നമ്മൾ പഴയ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, പുതിയ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരാണ്. വണ്ടർഫുൾ ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിളിച്ചത് ഏലിയാവിനെ കുറിച്ച് പറയാൻ വേണ്ടിയല്ല, പറയുന്നല്ല അതിന്റെ അർത്ഥം. ദാവീദിനെ കുറിച്ച് പറയാൻ വേണ്ടിയല്ല ദൈവം വിളിച്ചത്. ഞാൻ ഇന്ന് 4-ാം സങ്കീർത്തനം, ദാവീദിന്റെ സങ്കീർത്തനം പ്രസംഗിച്ച ആളാണ്. ദൈവം നമ്മെ വിളിച്ചത് മോശയെ കുറിച്ച് പറയാൻ വേണ്ടിയല്ല, ഇവരെ കുറിച്ചെല്ലാം പറയണം. എന്നാൽ എപ്പോഴും ഉയർന്നു നിൽക്കേണ്ട ഒരു ചിന്തയുണ്ട്, പുത്രനെ കുറിച്ചുള്ള സുവിശേഷം. അത് തേജസ്സിന്റെ സുവിശേഷമാണ്. താൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുവാൻ വിളിച്ചിരിക്കുന്നു. ഇതാ പറയേണ്ടത്. കാൺമിൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. ഇപ്പോൾ നാം എന്തായിരിക്കുന്നു അറിയുന്നില്ല, പക്ഷെ ഒരു കാര്യം അറിയാം. എന്താണ്? അവൻ വരുമ്പോൾ അവൻ ഇരിക്കുന്നത് പോലെ ഞാനും നിങ്ങളും അവനെ പോലെയാകുന്നുണ്ട്. ഇതിനു വേണ്ടിയാണ് അവൻ വിളിച്ചത്. ഈ സത്യമാണ് നമ്മൾ വിളിച്ചു പറയേണ്ടത്. എങ്ങനെയാ? നീ ദാവീദിനെ പോലെയല്ല ആകുന്നത്, നീ മോശയെ പോലെയല്ല ആകുന്നത്, നീ യേശുവിനെ പോലെ തന്നെ. വണ്ടർഫുൾ ജീസസ്, ഗ്ലോറി ടു ഗോഡ്. ദൈവം നമ്മെ വിളിച്ചത് പുത്രനെ കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുവാൻ വേണ്ടിയാണ്. എന്താ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം? അത് തേജസ്സിന്റെ സുവിശേഷമാണ്. ഏവൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ടത് മാനവകുലത്തിന് മടക്കി നൽകിയിരിക്കുന്നു എന്നുള്ള ആ സുവിശേഷം, ആ ദൈവ കൃപയുടെ സുവിശേഷം. അതിനു വേണ്ടിയാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. അതിനാ കർത്താവ് വിളിച്ചത് തന്നെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ജാതികളോട് അറിയിക്കേണ്ടതിന്. അഥവാ വേർപാടിന്റെ നടുച്ചുവരുകൾ ക്രൂശിലേശു പരമയാഗമായി മാറിയപ്പോൾ വേർപാടിന്റെ നടുച്ചുവരുകൾ ഇടിച്ചു കളഞ്ഞു എന്നുള്ള ആ സുവിശേഷം. ഇനി നീ അന്യനും പരദേശിയുമല്ല എന്നുള്ള ആ സുവിശേഷം. ഇനി അന്യനും പരദേശിയുമല്ല, നീ ദൈവ കുടുംബത്തിലെ അംഗമാണ്. കർത്താവ് വിളിച്ചു പറയേണ്ടത്. ഹല്ലേലൂയ. അപ്പൊ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ജാതികളോട് അറിയിക്കേണ്ടതിന്. ഹല്ലേലൂയ. ജാതികളോട് അറിയിക്കണം.
ഒരിക്കൽ ദൈവമില്ലായിരുന്നു. അബ്രഹാമിന്റെ സന്തതിയോട് യാതൊരു വിധത്തിലുള്ള അവകാശമില്ലായിരുന്നില്ല. ഈ ഭൂമിയിൽ ദൈവമില്ലാത്തവരും അബ്രഹാമിന്റെ അവകാശത്തിന് ഇല്ലാതെയുമായിരുന്നു ഞാൻ നിങ്ങളുമായിരുന്നത്. എന്നാൽ യേശുക്രിസ്തുവിന്റെ മരണത്താൽ ഞാനും ഈ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും സ്നേഹസ്വരൂപനായിരിക്കുന്ന പുത്രന്റെ രാജ്യത്തിൽ ഞാനും നിങ്ങളുമായിരിക്കുന്നു എന്നുള്ള ആ സത്വർത്തമാനം നീ ആ ഇരുട്ടിനകത്തിന് തുടരേണ്ട. നമ്മെ സ്നേഹസ്വരൂപന്റെ രാജ്യത്തിലാക്കി വച്ചിരിക്കുന്നു. അതെ, തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ജാതികളോട് അറിയിക്കേണ്ടതിന്, ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ. നമ്മുടെ വിളിയെ മനസ്സിലാക്കണം. ഈ ദിവസങ്ങളിൽ നമ്മുടെ വിളിയെ നമ്മൾ മറക്കരുത്. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. അവനെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് കർത്താവ് നമ്മെ വിളിച്ചത്. യേശുവിനെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് വിളിച്ചത്. എന്നിൽ വെളിപ്പെടുത്തുവാൻ വേണ്ടി പ്രസാദിച്ചപ്പോൾ പിന്നെ അതിനകത്ത് ആരോടും തീരുമാനമൊന്നും ചോദിച്ചില്ല. അബ്രഹാം ഭാര്യയായിരിക്കുന്ന സാറയോട് മോറിയാമലയിൽ ഇസഹാക്കിനെ യാഗം കഴിക്കാൻ കൊണ്ടുപോകുമ്പോൾ ആ കാര്യത്തെക്കുറിച്ച് അവർ ഒരു സംഭാഷണം നടത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. തീർച്ചയായിട്ടും പോയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷേ അങ്ങനെയൊക്കെ യാഗം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇസഹാക്കിനെ യാഗം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ സാറാമച്ചി അനുവാദം കൊടുത്തു എന്നിരിക്കത്തില്ല. അതെ, ഓരോ പറയുക, കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ, അവനെ എന്നിലൂടെ വെളിപ്പെടുത്താൻ. വാവ്, ദൈവം അത് ആഗ്രഹിക്കുന്നത്. നമ്മിലൂടെ യേശു വെളിപ്പെട്ടു വരണം. നമ്മിലൂടെ ക്രിസ്തു വെളിപ്പെട്ടു വരണം. ഇതാ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അത് ഈ ദിവസങ്ങൾ സംഭവിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ ശക്തമായിട്ട് ഉപയോഗിക്കാൻ പോവുകയാണ്. അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം വായിക്കുന്നത്, ഇനി ജീവിക്കുന്നത് ഞാനല്ല ജീവിക്കുന്നത്, ഇനി എന്നിൽ ജീവിക്കുന്ന ക്രിസ്തുവാണ് ജീവിക്കുന്നത്. ഞാൻ മറയുകയാണ്, ഞാൻ ക്രൂശിൽ മറയുകയാണ്. എന്നാൽ ക്രൂശിൽ ഉയർത്തെഴുന്നേറ്റ യേശു എന്നിൽ വസിക്കുകയാണ്. അവനെ എന്നിലൂടെ പിതാവായിരിക്കുന്ന ദൈവം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഒരു വലിയ മർമ്മമാണ്, വലിയൊരു ആദ്യമാണ് താനോട് വെളിപ്പെടുത്തുന്നത്. എഫെസ്യ ലേഖനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, നാം ആരും ഈ നമ്മുടെ ജീവിതത്തിൽ വിജയം കൈവരിച്ച രഹസ്യങ്ങളെ ആരും വെളിപ്പെടുത്തി കൊടുക്കാറില്ല. അവർ തങ്ങളുടെ ജീവിതയാത്ര അവസാനിപ്പിച്ച് ആ രഹസ്യവുമായി മണ്ണിൽ നിന്നും മറഞ്ഞു പോവുകയാണ്. പൗലോസ് അങ്ങനെയായിരുന്നില്ല. താൻ മനസ്സിലാക്കി, താൻ അറിഞ്ഞ സത്യം, താൻ അനുഭവിച്ച സത്യം തന്റെ എഴുത്തിലൂടെയോ തന്റെ കൂട്ടായ്മയിലൂടെയോ തന്റെ കൈവപ്പിലൂടെയോ അടുത്തൊരു ജനറേഷനിലേക്ക് കൈമാറണം, അടുത്തൊരു ജനറേഷൻ അത് വഹിക്കണമെന്ന് ആഗ്രഹിച്ച അഭിഷിക്തനാണ്. അതിന്റെ രഹസ്യങ്ങളൊന്നും താൻ മറച്ചു വെച്ചില്ല. ആമേൻ, ഹല്ലേലൂയ, ഓ ഗ്ലോറി ടു ഗോഡ്. ആമേൻ. രക്തത്താൽ ജയം. ഇവിടെ പറയുകയാണ്, അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ. നമ്മുടെ വിളിയെ ഈ ദിവസങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന്റെ വിളി എന്ന് പറയുന്നത് മനുഷ്യന്റെ തിരഞ്ഞെടുപ്പല്ല, ദൈവത്തിന്റെ ശാശ്വതമായിരിക്കുന്ന തീരുമാനമാണ്. ദൈവത്തിന്റെ വിളി എന്ന് പറയുന്നത്, വിളി ഒരിക്കലും ഭൂമിയിലല്ല ആരംഭിച്ചത്. വിളി ആരംഭിച്ചത് നിത്യതയിൽ ആരംഭിച്ചതാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നത്. 1-2 തിമോഥെയോസ് ലേഖനം 1-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്ന സമയത്ത് അവിടെ കാണാൻ കഴിയും, നമ്മുടെ പ്രവർത്തികളെ ആസ്പദമാക്കിയിട്ടല്ല, തന്റെ ഉദ്ദേശത്തെയും കൃപയെയും ആസ്പദമാക്കിയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്.
ദൈവം നമ്മെ വിളിച്ചത് നമ്മുടെ പ്രവൃത്തികൾ കാരണമായിട്ടല്ല, നമ്മുടെ എന്തെങ്കിലും നല്ല പ്രവൃത്തി കൊണ്ട് ദൈവം വിളിച്ചതല്ല. അതുകൊണ്ട് പൗലോസ് കൃപ എന്നുള്ള കാരണം പൗലോസിന്റെ നല്ല പ്രവൃത്തി കൊണ്ടല്ല ദൈവം വിളിച്ചത്. ദൈവത്തിന്റെ മുൻനിർണയമാണ്. അതാണ് മുൻനിർണയമാണ്. ഈ മനുഷ്യന്റെ ചേളയിൽ ഉണ്ടായിരുന്നു. അതാ മുൻനിർണയം എന്ന് പറയുന്നത്. അപ്പോ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രവൃത്തികളെ ആസ്പദമാക്കിയല്ല ദൈവത്തിന്റെ ഉദ്ദേശം, ദൈവത്തിന്റെ കൃപ, അതിനെ ആസ്പദമാക്കിയാണ് ദൈവം നമ്മെ വിളിച്ചത്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഞാനും നിങ്ങളും ജനിക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ വിളി തീരുമാനിക്കപ്പെട്ടു. നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ദൗത്യങ്ങൾ നിശ്ചയിക്കപ്പെട്ടു. അതുകൊണ്ടാണ് പറയുന്നത്, ജെറമ്യാവിനോട് പറയും, യിരെമ്യാവേ, നീ ജനിക്കുന്നതിന് മുമ്പ് പ്രവാചകനായി നിയോഗിക്കപ്പെട്ടു. വാവ്, എത്രയോ വലിയ കാര്യമാണ്. യേശുവിന്റെ രക്തത്താലും വചനത്താലും ജയം. അതാണ് പൗലോസ് ഗർഭപാത്രത്തിൽ നിന്നും വേർതിരിക്കപ്പെട്ടു. അപ്പോസ്തലൻ എന്താണ്? സ്നാപക യോഹന്നാൻ ജനിക്കുന്നതിന് മുൻപ് തന്നെ അഭിഷിക്തനായി മാറി. ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാ, നിങ്ങളുടെയും ജീവിതം ഒരു അപകടമല്ല, അതൊരു ദൈവത്തിന്റെ നിയോഗമാണ്. ഞാനും നിങ്ങൾ ഈ ഭൂമിയിൽ ആയിരിക്കുന്നത് ഒരു ആകസ്മികമായിട്ടല്ല ആയിരിക്കുന്നത്, അത് ദൈവത്തിന്റെ നിയോഗമാണ്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുന്നത് ആകസ്മികമായിട്ടല്ല, ഒരു നിയോഗമാണ്. ആരെയൊക്കെയോ ഇന്നത്തെ രാത്രിയിൽ പരിശുദ്ധാത്മാവ് നമ്മെ തൊടുകയാണ്. The mighty name of Jesus. Glory to God. പ്രിയപ്പെട്ടവരെ, മറ്റൊരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ വിളിക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു വിലയുണ്ട്. നമ്മൾ വിളിച്ചു ശരിയാണ്, എന്നാൽ വിലയെല്ലാം യേശു ക്രൂശിൽ കൊടുത്തെങ്കിൽ നാം ഒരു വില കൊടുക്കേണ്ടത് ആവശ്യമാണ്. കർത്താവിന്റെ ദാസനായിരിക്കുന്ന വില്യം ബ്രൻഹാമിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം ഒരുപക്ഷെ. വില്യം ബ്രൻഹാം അതേ പ്രായത്തിൽ തന്നെ, അദ്ദേഹം ചെറിയ പ്രായമായിരിക്കുമ്പോൾ താൻ ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദം ഇതായിരുന്നു: നീ നിന്റെ ശരീരത്തെ സൂക്ഷിക്കണം, മദ്യപിക്കരുത്, പുകവലിക്കരുത്, നിന്റെ വിശുദ്ധ ജീവിതത്തെ നീ സൂക്ഷിക്കണം. ചെറിയ പ്രായത്തിൽ അദ്ദേഹം അത് കേൾക്കുവാനിടയായിത്തീർന്നു. തന്റെ പിതാവ് തന്നെ മദ്യപിക്കുവാൻ വേണ്ടി തന്റെ പിതാവ് തന്നെ നിർബന്ധിക്കുവാനിടയായിത്തീർന്നു. തന്റെ കൂട്ടുകാർ തന്നെ നിർബന്ധിക്കുവാനിടയായിത്തീർന്നു. പക്ഷെ ആ കേട്ട ദൈവശബ്ദം, താൻ ഒരു വൃക്ഷത്തിന്റെ തണലിൽ നിൽക്കുമ്പോൾ ഒരു കാറ്റടിക്കുന്നത് പോലെ ഒരു കാറ്റടിക്കുകയും അതിൽ നിന്നും താൻ ശബ്ദം കേട്ടു: എനിക്ക് വേണ്ടിയാണ് നീ വേർതിരിക്കപ്പെട്ടിരിക്കുന്നത്, അതിനാൽ നീ നിന്റെ ജീവിതത്തെ സൂക്ഷിക്കണം, വിശുദ്ധ ജീവിതം നയിക്കണം, നിന്റെ പാത്രത്തെ നീ വിശുദ്ധമാക്കണം. എന്താ ഈ പാത്രം എന്ന് പറയുന്നത്? നമ്മുടെ മനസ്സാണ്. നമ്മുടെ മനസ്സിനെ നമ്മൾ വിശുദ്ധമായി സൂക്ഷിക്കണം. Glory to God. നമ്മുടെ മനസ്സിനെ നമ്മൾ വിശുദ്ധമായി സൂക്ഷിക്കണം. അതുകൊണ്ടാണ് റോമർ 12 പറയുന്നത്, നമ്മുടെ ചിന്തകളെ നമ്മൾ വിശുദ്ധമായി സൂക്ഷിക്കണം. നമ്മൾ നമ്മുടെ മനസ്സിനെ ഈ ദിവസങ്ങൾ വിശുദ്ധമായി സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ആവശ്യമില്ലാത്ത ചിന്തകളെ ഒന്നും നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് ഏറ്റുവാൻ ഇടയായിത്തീരരുത്. ആവശ്യമില്ലാത്ത ചപ്പുചവറുകളൊന്നും നമ്മുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കപ്പെടുവാൻ ഇടവരരുത്. ആവശ്യമുള്ളതിനെ മാത്രം നമ്മൾ സ്വീകരിക്കുക. അതുകൊണ്ട് പറയുന്നത്, നിന്റെ ഹൃദയത്തെ സകല ജാഗ്രതയോടും കൂടെ സൂക്ഷിക്കുക. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയം എന്ന് പറയുന്നത് മനസ്സാണ്. കാരണം അവിടെയല്ലോ ജീവന്റെ ഉത്ഭവം, അവിടെ പ്പെടുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നത്, മരണവും ജീവനും നിങ്ങളുടെ അധരത്തിലാണ് ആയിരിക്കുന്നത്. അധരത്തിലൊരു കാര്യം വരണമെങ്കിൽ നിങ്ങളുടെ ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണ് നിങ്ങളുടെ ഹൃദയം വായി സംസാരിക്കുന്നത്. ഹൃദയം എന്ന് പറയുന്നത് മനസ്സാണ്. അതുകൊണ്ട് നിന്റെ ഹൃദയത്തെ സകല ജാഗ്രതയോടും കൂടെ കരുതണം. അപ്പോൾ നമ്മുടെ വിളിക്ക് നമ്മളൊരു വില കൊടുക്കേണ്ടത് ആവശ്യമാണ്. കാരണം കിരീടം വഹിക്കണമെങ്കിൽ പ്രിയപ്പെട്ട ഒരു ക്രൂശ് എടുത്തേ പറ്റത്തുള്ളൂ.
നമ്മുടെ വിളി വലുതാണ്, പക്ഷെ വില കൊടുക്കാൻ നമ്മൾ തയ്യാറായി. ഇന്ന് എല്ലാവർക്കും അഭിഷേകം വേണം. എന്ന അഭിഷേകം എന്ന് കേൾക്കുമ്പോ ചാടും മറിയും ഉരുളും തുള്ളും എല്ലാം ചെയ്യും. എനിക്ക് അവരോട് ഒരു പിണക്കവും ഇല്ല. നിങ്ങൾ ചാടണം, തുള്ളണം, മറിയണം, തലകുത്തി നിൽക്കണം. ചിരിക്കുന്നത്. നിങ്ങൾ അഭിഷേകത്തിൽ തുള്ളണം, തുള്ളിയില്ലെങ്കിൽ തുള്ളണം, അഭിഷേകത്തിൽ മറിയണം. പക്ഷെ അഭിഷേകം നിലനിർത്തണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, യാഗപീഠത്തിൽ ഞാൻ എന്നെ കത്തുവാനായി ഏൽപ്പിച്ചു കൊടുക്കണം, കത്തി അമരുവാനായി ഞാൻ ഏൽപ്പിച്ചു കൊടുക്കണം. അഭിഷേകം നമുക്ക് എല്ലാവർക്കും വേണം. അഭിഷേകത്തിന് ഒരു മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓടും. ഞാനും ഓടും, നിങ്ങളും ഓടും, എല്ലാവരും ഓടും. പക്ഷേ യാഗപീഠത്തിൽ ഇസഹാക്കിനെ പോലെ കത്തി അമരുവാൻ ഞാനും നിങ്ങളും തയ്യാറല്ല. അതിന് വില കൊടുക്കാൻ നമ്മൾ തയ്യാറല്ല. ഒരു കാര്യം തിരിച്ചറിയുക, അഭിഷേകത്തിന് നമ്മുടെ ജീവിതത്തിൽ പകരപ്പെടുന്ന അഭിഷേകം നിലനിൽക്കുന്നത് ക്യാരക്ടറിനകത്താണ്. എന്റെ ഭവനത്തിൽ പലപ്പോഴും കടന്നു വരുന്ന ഒരു ദൈവദാസനാണ് പാസ്റ്റർ അജിത് വായ്പാണ്. ഞങ്ങൾ ദീർഘമായിരിക്കുന്ന വർഷത്തെ ബന്ധമാണ്, എത്രയോ വർഷത്തെ ബന്ധമാണ്. എന്റെ ഭവനത്തിൽ അങ്ങനെ എല്ലാവർക്കും കടന്നു വരാൻ അനുവാദമുള്ള ഒരു ഭവനമല്ല എന്റെ ഭവനം. ഞാൻ എല്ലാവരെയും കാണുമ്പോൾ ഹായ് പറയുന്ന ആളാണ്, എല്ലാവർക്കും സ്തോത്രം പറയുന്ന ആളാണ്, എല്ലാവരോടും സ്നേഹമുള്ള ആളാണ്. പക്ഷെ എല്ലാവരെയും ഞാൻ വീട്ടിൽ വരുത്താറില്ല. അങ്ങനെ വരുന്നതിൽ ഒരു കർത്താവിന്റെ ദാസനാണ് അജിത് വായ്പാട്. ഞങ്ങൾ അദ്ദേഹത്തെ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്റെ വീട്ടിൽ വരുന്നവരെല്ലാം ഞാൻ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. എന്നാൽ ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ രാത്രികാലങ്ങളിൽ അദ്ദേഹം എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത് 3 മണിക്കൊക്കെ, ഞങ്ങൾ വരുമ്പോൾ ഞാനും അജിത് പാഷ ഒരുമിച്ചാണ് കിടക്കുന്നത്. അപ്പൊ ഞാന് കിടന്നാൽ അപ്പൊ തന്നെ കൂർക്കം വിളിച്ചിറങ്ങുന്നതാണ്. പക്ഷെ അജിത് പാഷ ശ്രദ്ധിക്കും, 3 മണിക്കൊക്കെ അദ്ദേഹം ആ കട്ടിലിൽ നിന്നിറങ്ങി താഴെ അദ്ദേഹം മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ കേൾക്കാറുണ്ട്. അജിത് പാസ്റ്റർ അത് പറയുന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് വില കൊടുക്കാൻ തയ്യാറാകണം, യാഗപീഠത്തിൽ എരിയുവാൻ തയ്യാറാകണം. നമുക്കെല്ലാവർക്കും അഭിഷേകം ആവശ്യമാണ്, പക്ഷെ നമ്മൾ വില കൊടുക്കാൻ തയ്യാറല്ല. അഭിഷേകത്തിന് വാല്യൂ ഉണ്ട്, വിലയുണ്ട്. അഭിഷേകത്തിന് വിലയുണ്ട്. ഉത്തരവാദിത്വം ഇല്ലാത്തവന്റെ മേൽ ദൈവം അഭിഷേകത്തെ പകർത്തുന്നില്ല. കാരണം ഇത് ഉമ്മ കൊണ്ട് കളയാനുള്ളതല്ല. പക്ഷെ ദൈവം തന്റെ വിളിയെയും കൃപാവരങ്ങളെ കുറിച്ചും അനുദമിക്കുന്നില്ല എന്നൊരു വചനമുണ്ട്. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? അയ്യോ, നിന്റെ മേൽ ദൈവം ഒരു കൃപ പകർന്നു, ഒരു അഭിഷേകത്തെ പകർന്നു, അത് വ്യാപാരം ചെയ്തു, പിന്നെ തോന്നിവാസം നടക്കുമ്പോ അങ്ങനെ പോട്ടെ നല്ലത്. ഈ തോന്നിവാസം പോയാൽ പിന്നെ നിന്റെ മേൽ വ്യാപരിക്കുന്ന സ്പിരിറ്റ് വേറെ, കാര്യം അതുപോലെയൊക്കെ തന്നെ നടക്കും. അനുദമിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നത്, എന്റെ കർത്താവ് അത്രയും സമ്പന്നനാണ് അതിന്റെ അർത്ഥം. നിനക്ക് തന്നുകൊണ്ട് എന്റെ കർത്താവിന്റെ ഭണ്ഡാരശാലയിൽ ദാരിദ്ര്യമില്ല എന്നതിന്റെ അർത്ഥം. അതാ അതിന്റെ അർത്ഥം. ഓ, കരങ്ങൾ ഉയർത്തി കർത്താവ് യേശുവിന് നന്ദി പറഞ്ഞാട്ടെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. യേശുവേ രക്തത്താൽ ജയം. അപ്പൊ പ്രിയപ്പെട്ട, നമ്മളൊരു വില കൊടുക്കാനിടയായി തീരണം. അതുകൊണ്ടാണ് നമ്മുടെ മേൽ പകരപ്പെടുന്ന അഭിഷേകം വഹിക്കപ്പെടുന്ന ക്യാരക്ടറിനകത്താണ്, സ്വഭാവത്തിനകത്താണ്. അത് ദൈവത്താൽ രൂപീകൃതമാകുന്ന ഒരു സ്വഭാവമാണ്. അങ്ങനെ സ്വഭാവം രൂപീകൃതമാകണമെങ്കിൽ ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ, ദൈവവചനപ്രകാരം നാം ദൈവസന്നിധിയിൽ നമ്മെ വിധേയപ്പെടുത്തി കൊടുക്കണം. എന്റെ സ്നേഹിതനായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ രമേശ് കോശി, അദ്ദേഹം എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, മറിയയുടെ ഗർഭപാത്രവും ജോസഫിന്റെ ഹൃദയവും. മറിയയുടെ ഗർഭപാത്രവും ജോസഫിന്റെ ഹൃദയവും ക്യാരക്ടറാണ്, ഭയങ്കരമാവുന്ന ക്യാരക്ടറാണ്. അഭിഷേകത്തെ നമ്മൾ വഹിക്കണമെങ്കിൽ നമുക്കൊരു ക്യാരക്ടർ ഉണ്ടായിരിക്കണം. അത് ചോർന്നു പോകുവാനിടയായി തീരരുത്. ഇവിടെ എത്രയോ ശക്തരായിരിക്കുന്ന ലെജൻസുമാരുണ്ട്.
അഭിഷേകത്തെ വഹിക്കുന്ന അനേകർ, ഇന്നും ആ അഭിഷേകത്തെ കാത്തു സൂക്ഷിക്കുന്നവർ, അവരെല്ലാം നമ്മൾ പഠിക്കണം. അവരെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കണം. അവരെ കുറിച്ചെല്ലാം നമ്മൾ അറിയണം, പഠിക്കാൻ തയ്യാറാകണം. അവർ കൊടുത്ത വിലയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുവാനിടയായി തീരണം. കർത്താവിന്റെ ദാസൻ സ്മിത്ത് വിഗിൽസ്വർത്ത്, അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പഠിക്കണം. 44-ാമത്തെ വയസ്സിൽ കർത്താവിന്റെ അഭിഷേകത്താൽ നിറയപ്പെട്ട 86 വയസ്സ് വരെ ശുശ്രൂഷ ചെയ്ത അഭിഷിക്തൻ, അദ്ദേഹത്തിന്റെ വീട്ടിൽ പത്രം കയറ്റുവാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല. കാരണം അദ്ദേഹം അർദ്ധസത്യങ്ങൾ അടങ്ങുന്ന ഇതെന്റെ വീട്ടിൽ വേണ്ട. എഴുത്തും വായനയും അറിയാതെ നിന്ന് ആ ദൈവ മനുഷ്യൻ, അദ്ദേഹത്തെ തന്റെ ഭാര്യയാണ് എഴുത്തും വായനയും പഠിപ്പിച്ചൊരു പ്ലംബർ ജോലിക്കാരനായിരുന്നു. പക്ഷെ താന് എഴുത്തും വായനയും പഠിച്ചു. താൻ മുഴുവൻ സമയവും വായിച്ചത് ബൈബിളാണ്. അദ്ദേഹത്തിലൂടെ അനേകരെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ ഇടയായി തീർന്നു. അനേക രോഗികളെ സൗഖ്യമാക്കുവാൻ ഇടയായി തീർന്നു. അദ്ദേഹത്തിന്റെ ചരിത്രം എഴുതിയ ഒരു അദ്ദേഹത്തോടൊപ്പം ആ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു ചരിത്രം എഴുതിയ ഒരാള് എഴുതി വെച്ചൊരു വാക്യാൻ ഇങ്ങനെ വായിക്കാൻ ഇടയായി തീർന്നു. ഒരാള് ഇദ്ദേഹം പറഞ്ഞു, നമുക്ക് പാസ്റ്റർ സ്മിത്ത് വിഗിൽസ്വർത്തിന്റെ അടുക്കൽ പോകാമെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പോകാം, വരാൻ ഞാന് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അവിടെ വലിയ ദൈവസാന്നിധ്യമാണ്, വലിയ അഭിഷേകമാണ്. അപ്പൊ ഇദ്ദേഹം അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. അദ്ദേഹം പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഈ ഇദ്ദേഹത്തിന്റെ കൂടെ ആ കർത്തൃദാസന്റെ ഭവനത്തിൽ ചെന്ന അദ്ദേഹം ആദ്യം ഒരു വിമർശന ബുദ്ധിയോടെ ഇരുന്നു. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, ദൈവം അവിടെ ഇറങ്ങി വരുന്നതായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം ഫ്രീസായിപ്പോയി, ചലിക്കാൻ കഴിയാതെ നിശ്ചലനായിപ്പോയി. അവസാനം അദ്ദേഹത്തെ എല്ലാവരും കൂടി എടുത്തു പൊക്കിക്കൊണ്ടാണ് കാറിൽ കയറ്റിക്കൊണ്ട് പോയത്. കാരണം അദ്ദേഹത്തിന്റെ കൈകാലുകൾ ചലിക്കാൻ കഴിയാതെ വണ്ണം ദൈവ സാന്നിധ്യമായി ഇടത്ത് വന്ന് മൂടുവാൻ ഇടയായിട്ട്. ഇതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾ വല്ലപ്പോഴും ദൈവ അഭിഷേകവും ദൈവ സാന്നിധ്യവും ഒന്നും വഹിച്ചു നടക്കുന്നവരായിരിക്കാൻ വേണ്ടിയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. എപ്പോഴും അവനെ വഹിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ദൈവ സാന്നിധ്യം വഹിക്കാൻ വേണ്ടിയാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ ഭവനത്തിൽ ഒരാൾ വന്നാൽ അവർ പറയണം, ഇവിടെ ദൈവ സാന്നിധ്യമുണ്ട്. വാ ഹോളി ഗോസ്റ്റ്, ഹരിയാഘോഷ്, യാക്കോബ്, ഇതാണ് വലിയ തിക്കായിരിക്കുന്ന ദൈവ സാന്നിധ്യം. യാക്കോബ് താന് ഹാരാനിലേക്ക് പോവുകയാണ്. ഇസഹാക്കിന്റെ അരികിൽ നിന്നും അമ്മയുടെ അനുവാദത്തോടു കൂടി അമ്മയുടെ സഹോദരനായിരിക്കുന്ന ഹാരാന്റെ വീട്ടിലെ ഹാരാന്റെ ഭവനത്തിലേക്ക് പോവുകയാണ് യാക്കോബ്. എന്നാൽ ആ വഴിയാത്രയിൽ തന്റെ മനസ്സെത്തിയിടത്ത് തന്റെ ശരീരമെത്തിയില്ല. ലൂസിലെ ഒരു കല്ല് തലയണയായി വെച്ച ആ ദൈവമനുഷ്യൻ ഉറങ്ങുകയാണ്. കല്ല് തലയണയായി വെച്ച ആ ദൈവമനുഷ്യൻ ഉറങ്ങുമ്പോൾ താൻ ഒരു സ്വപ്നം കണ്ടു. സ്വർഗം തുറന്നിരിക്കുന്നു, ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. താൻ ഞെട്ടിപ്പോയി. ദൈവം തന്നോട് സംസാരിച്ചു. താൻ അവിടെ പറയുന്നൊരു വാക്കുണ്ട്, ഇത് സ്വർഗത്തിന്റെ വാതിലാണ്. യഹോവ ഇവിടെയുണ്ട്, സത്യം, ഞാനോ അറിഞ്ഞില്ല. അർത്ഥമെന്നാ, അറിഞ്ഞില്ല. താന് അവിടെ കിടക്കുമ്പോൾ അറിഞ്ഞില്ല. കല്ല് തലയണയായി വെച്ച് കിടക്കുമ്പോൾ താൻ അറിഞ്ഞില്ല. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ താൻ അത് അറിഞ്ഞു. എന്താ ഇതിന്റെ പിന്നെ രഹസ്യമെന്നറിയാമോ? തന്റെ മുത്തശ്ശനായിരിക്കുന്ന ഈ അബ്രഹാം ഒരു കാലഘട്ടത്തിൽ ഈ ഇടത്താണ് യാഗപീഠമുണ്ടാക്കി ദൈവത്തെ ആരാധിച്ചത്. യാഗപീഠമുണ്ടാക്കി അപ്പച്ചൻ ആരാധിച്ചപ്പോ അവിടെ ഒരു പോർട്ടൽ തുറന്നിരുന്നു, ഏഞ്ചലിക് പോർട്ടൽ. ആരുടെയൊക്കെമേൽ ഇന്ന് ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്, ആരുടെയൊക്കെമേൽ ദൈവകൃപയുടെ വ്യാപാരം ഒന്നുണ്ടാവുന്നുണ്ട്. നിങ്ങളൊരു നോട്ട് എഴുതുന്ന ഒരു ബൈബിൾ പഠിതാവിന്റെ മനോഭാവത്തോട് ഇരിക്കരുത്. എനിക്കറിയാം ആരെയൊക്കെയോ പരിശുദ്ധാത്മാവ് ഈ സമയത്ത് തൊടുന്നുണ്ട്. നിങ്ങൾ ആയിരിക്കുന്ന ഇടത്ത് ദൈവസാന്നിധ്യം ജനിക്കുന്നുണ്ട്, ദൈവസാന്നിധ്യം ഇറങ്ങുന്നുണ്ട്. നീ ഇരിക്കുന്ന ഇടം ഒരുപക്ഷെ കാട് പിടിച്ചതായിരിക്കാം, കല്ലുകൾ ചിതറിക്കിടക്കുന്ന ഇടങ്ങളായിരിക്കാം. ദീർഘവർഷങ്ങളായി അവിടെ ആരും ഇതുവരെയും ആരാധന നടത്തിയിട്ടില്ല. പക്ഷെ ഒരു രഹസ്യമുണ്ട് ഇതിന് പിന്നിൽ.
ഈ അബ്രഹാമിന് 2 മക്കളുണ്ടല്ലോ, കൊച്ചുമക്കള്, ഒന്ന് ഏശാവും ഒന്ന് യാക്കോബും. യാക്കോബാണ് ഇപ്പോൾ ഈ ലൂസിൽ കല്ല് തലയണയായി വെച്ച് കിടന്നുറങ്ങുമ്പോൾ തുറക്കപ്പെട്ട സ്വർഗീയ ദർശനം കണ്ടത്. ഏശാവ് ചെറിയ പ്രായം മുതൽ അപ്പന്റെ കൂടെയായിരുന്നു, ഇസഹാക്കിന്റെ കൂടെയായിരുന്നു. എന്നാൽ ഈ യാക്കോബിന്റെ പ്രത്യേകത, യാക്കോബ് ഏകദേശം 14 വയസ്സോളം വല്യപ്പച്ചന്റെ കൂടെയായിരുന്നു. വല്യപ്പച്ചൻ അബ്രഹാമിന്റെ കൂടെയായിരുന്നു. വല്യപ്പച്ചൻ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും. നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ട കഥ കുട്ടൂസിന്റെയും ഡാക്കിനിയുടെയും ഇതൊന്നും അല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. മനസ്സിലായോ? ബാലരമ മേടിച്ചിട്ട് കുട്ടൂസിന്റെ കഥയും ഡാക്കിനിയുടെ കഥയും ആ കഥ ഈ കഥയൊന്നുമല്ല കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അബ്രഹാം തന്റെ മടിയിൽ യാക്കോബിനെ ചെറിയ പ്രായത്തിൽ കിടത്തി തന്റെ അരികിൽ ഉച്ച കഴിഞ്ഞപ്പോൾ ചേർത്തിരുത്തി പറഞ്ഞു കൊടുത്തു. അപ്പൻ വല്യപ്പൻ കൊച്ചുമകനോട് പറഞ്ഞു കൊടുത്തു, മകനെ, ഒരിക്കൽ നമ്മൾ കൽദയരുടെ പട്ടണമായിരുന്ന ഊരിലായിരുന്നു. അന്യദൈവങ്ങളെ, വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിഗ്രഹങ്ങളെ വിൽക്കുന്ന, റീറ്റെയിലും ഹോൾസെയിലുമായി ദൈവത്തെ വിൽക്കുന്ന ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും ഒരു ജീവനുള്ള ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ചവനാണ് ഞാൻ. പറഞ്ഞു കൊടുത്തു മക്കൾക്ക്, പറഞ്ഞു കൊടുക്കണം തലമുറയ്ക്ക്. എന്തുകൊണ്ടാണ് വേർപെട്ട് ആരാധിക്കുന്നത്? അല്ലാതെ അതും ഇതും എല്ലാം ഒന്നാമല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. കോംപ്രമൈസ് ചെയ്ത് പോകാമല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. ഇന്നത്തെ സുവിശേഷം അവിയൽ സുവിശേഷമാണ്. അവിയൽ സുവിശേഷമല്ല നമ്മൾ പ്രസംഗിക്കേണ്ടത്, സത്യസുവിശേഷം പറഞ്ഞു കൊടുക്കണം. ഒരു കൊച്ചിനോട് പറഞ്ഞു, എടാ പച്ചക്കറി 5 വെജിറ്റബിൾസിന്റെ പേരെഴുതാൻ പറഞ്ഞു. അധ്യാപകം ഈ പ്രാവശ്യം ഞാൻ എടുത്തിട്ട് വായിച്ചതാ, ഈ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത് സത്യമായിട്ടും വന്ന കാര്യ. വെജിറ്റബിൾസിന്റെ പേരെഴുതാൻ പറഞ്ഞപ്പോ ഈ കൊച്ചെഴുതി അവിയൽ. അവിയൽ സാറ് അത് ഈ പ്രാവശ്യം ഉണ്ടായിരുന്നു, പത്രത്തിൽ എവിടെയാണ് കണ്ടതാ. അവിയൽ എഴുതി. അപ്പൊ വെട്ടിട്ട് കൊടുത്തു. ഈ കൊച്ച് അവൻ ചെന്ന് ചോദിച്ചു, സാറ് ഞാൻ അവിയൽ എഴുതിയിട്ടുണ്ട്, സാറ് തന്നെ വെട്ടിട്ടെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ നീ അവിയൽ, നീ വെജിറ്റബിൾസിന്റെ പേരല്ലേ എഴുതേണ്ടത്? അവൻ പറഞ്ഞു, എന്തിനാ സാറേ ഉള്ള വെജിറ്റബിൾസിന്റെ പേര് മുഴുവൻ എഴുതി ബുദ്ധിമുട്ടണേ, അവിയൽ എഴുതിയാൽ അതിനകത്ത് എല്ലാം ഉണ്ട്. സുവിശേഷം അവിയലല്ല, ഇത് നമ്മൾ മനസ്സിലാക്കണം. അവിയൽ സുവിശേഷമല്ല. അബ്രഹാം പറഞ്ഞു കൊടുത്തു, കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു, കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. അബ്രഹാം എന്താ പറഞ്ഞു കൊടുത്തത്? കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്നും, സംസ്കാര സമ്പന്നമായിരിക്കുന്ന ആ ബാബിലോണിന്റെ മണ്ണിൽ നിന്നും എന്നെ വിളിച്ചിറക്കിയൊരു ദൈവമുണ്ട്. അന്യദൈവങ്ങളെ വിട്ടു, പിതൃപാരമ്പര്യങ്ങളെ വിട്ടു, കൂട്ടുകാരെ വിട്ടു, എല്ലാത്തിനെയും വിട്ടിറങ്ങി തിരിച്ച ഒരു മുത്തശ്ശനാണ് ഞാൻ. കൊച്ചുമാനോട് പറഞ്ഞു കൊടുത്തു. ചെറിയ പ്രായത്തിൽ തന്നെ അഭിഷിക്തന്മാരുടെ കുറ്റമല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. അയ്യോ അവൻ ശരിയല്ല, ഇവൻ നോ നോ നോ. നിങ്ങള് മക്കളുടെ മുമ്പിൽ വെച്ച് ഒരൊറ്റ ദൈവദാസന്മാരുടെയും കുറ്റം പറയരുത്, അല്ലെങ്കിലും പറയരുത്, അല്ലെങ്കിലും പറയരുത്. അത് അവര് തമ്മിൽ തീർത്തോട്ടെ. ഞാൻ സാധാരണ പറയുന്ന പോലെ പേപ്പട്ടി ഉണ്ടെങ്കിൽ അടുപ്പിക്കാതിരുന്നാൽ മാത്രം മതി. നമ്മളങ്ങ് മാറി നിന്നേക്കണം, കടികൊള്ളാതെ. അത്രേ ഉള്ളൂ. നീ പേപ്പട്ടിയെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. കടികൊള്ളാതെ നീ മാറിയേക്കണം. പിന്നെ അത്രയ്ക്കും അടുത്ത് നിന്നോട് ബന്ധപ്പെട്ട് ആരെങ്കിലും ഈ പേപ്പട്ടി കടിക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയണം, അത് പേപ്പട്ടിയാ, സൂക്ഷിക്കണം, കടിക്കുമെന്ന്. അത്രേ ഉള്ളൂ കാര്യം. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. യേശുവിന്റെ രക്തത്താലും വചനത്താലും ജയം. ഓക്കെ. അപ്പൊ അബ്രഹാമിന്റെ മടിയിൽ ഇരുന്നു കൊണ്ട് അബ്രഹാം പറഞ്ഞു കൊടുത്തു. അവസാനം പറയാ, ഈ പ്രശ്നം എന്താ? നമ്മുടെ എല്ലാം പ്രശ്നം, നമുക്ക് ചെറിയ പ്രായത്തിൽ, കൊച്ചു പ്രായമാകുമ്പോഴത്തേക്കും, കുഞ്ഞു പ്രായത്തില് നമ്മൾ പല കാര്യങ്ങളും. ഞാൻ എന്റെ കുഞ്ഞു പ്രായത്തില് എന്റെ ഒരു അമ്മൂമ്മ ഉണ്ടായിരുന്നു. അപ്പൊ അമ്മൂമ്മയുടെ മടി കേട്ട് കഥ കേട്ട് വളർന്ന ആളാണ്. ഓണക്കൂർ, പിറവം. ഞാൻ ജനിച്ചു വളർന്നത് പിറവത്താണ്. അപ്പൊ പിറവത്ത് ഓണക്കൂറിൽ ഞങ്ങളുടെ ബന്ധത്തിലുള്ള ഒരു അമ്മൂമ്മ ഉണ്ടായിരുന്നു, ഒരു കുടുംബം ഉണ്ടായിരുന്നു. അപ്പൊ അവര് ഞങ്ങളുടെ വീട്ടിൽ വരും. അപ്പൊ അമ്മൂമ്മ ഇങ്ങനെ കഥ പറഞ്ഞു. ഞാൻ കുഞ്ഞു പ്രായത്തിൽ കഥ എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ട കഥകളെല്ലാം ഈ ദൈവസംബന്ധമാവുന്ന കഥകളാണ്. ഇങ്ങനെ ഓരോ വിശുദ്ധന്മാരെ കുറിച്ചുള്ള കഥകൾ ഇങ്ങനെ ഞാൻ ഇങ്ങനെ കേൾക്കും. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എങ്കിലേ തന്നെ സ്വർഗത്തെ എങ്ങാണ്ടൊക്കെ ഒത്തിരി നല്ല കാര്യങ്ങൾ കാണുമായിരുന്നു. അപ്പൊ കഥകൾ കേൾക്കുമായിരുന്നു. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ അബ്രഹാം യാക്കോബിനോട് കഥകൾ പറയുമായിരുന്നു. എന്നിട്ട് പറയുന്നു, എന്താ പ്രശ്നം? അപ്പൊ കേൾക്കും. ഇപ്പൊ കുറച്ച് വരികയാണ്, പിന്നെ കുറച്ചുകൂടി ഈ ടീനേജ് ആകുന്നു, പിന്നെ യൗവനമാകുന്നു, പിന്നെ വലിയ പ്രായമാകുമ്പോഴത്തേക്കും ഇപ്പോൾ ഉള്ളവർക്ക് ഇപ്പൊ കാര്യം, നമ്മുടെ എല്ലാവരുടെയും കാര്യം പറയാം, ഒരു പ്രായമായി കഴിയുമ്പോൾ പിന്നെ പ്രതീക്ഷകളൊന്നുമില്ല. കൊച്ചുമക്കളുമായി ഇനി എന്തൊരു പ്രതീക്ഷയില്ല.
ഇനി എന്തിനാ ജീവിക്കുന്ന ഭാരമായെന്നൊരു തോന്നൽ. നോ, അതാണ് അബ്രഹാം നമ്മൾ പഠിക്കേണ്ടത്. അബ്രഹാം ചെറിയ വലിയ നല്ല മുത്തശ്ശനായിരിക്കും അബ്രഹാം പറഞ്ഞു കൊടുക്കുക, ദൈവം ശില്പിയായി നിർമ്മിച്ചത് അടിസ്ഥാനമുള്ളതുമായിരിക്കുന്ന ഒരു ലോകമുണ്ട്. ശില്പിയായി നിർമ്മിച്ചത്, അടിസ്ഥാനമിട്ടിരിക്കുന്ന ഒരു നഗരമുണ്ട്. അദ്ദേഹത്തിന് ആ പ്രായമുള്ളപ്പോൾ കൃത്യമാകുന്ന ഒരു വെളിപ്പാട് തന്റെ കൊച്ചുമകന് പറഞ്ഞു കൊടുക്കാനുണ്ടായിരുന്നു. അല്ലാതെ രാജ്യം വെട്ടിപ്പിടിക്കുക, അവൻ ശരിയല്ല ഇവൻ ശരിയല്ല എന്നല്ല പറഞ്ഞു കൊടുത്തത്. ദൈവം ശില്പിയായി നിർമ്മിച്ചത്. അപ്പൊ കാണിപ്പാനിരിക്കുന്ന ദേശം അത് അവസാനം ദൈവം കാണിച്ചു കൊടുത്തു. ദൈവം ശില്പിയായി നിർമ്മിച്ചത്, ദൈവം അടിസ്ഥാനമിട്ടതായിരിക്കുന്ന ഒരു നഗരത്തെ കാണിച്ചു, സിയോനെ കാണിച്ചു കൊടുത്തു. ആമേൻ. നമ്മൾ കാണിച്ചു കൊടുക്കണം അടുത്ത തലമുറയ്ക്ക്, എന്തുകൊണ്ടാണ് ഞാൻ കർത്താവിന് വേണ്ടി ഇറങ്ങിയത്. നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കേണ്ട ദൈവവൈതനെ. എന്റെ നിങ്ങളെയും പ്രസംഗത്തിന്റെ ചാതുര്യം അല്ല, നമ്മുടെ ജീവിതം കൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ഞാനും നിങ്ങൾ മാതൃകയാവണം. ജീവിതം എന്ന വചനം പറയുന്നത് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ മാതൃകയായി മാറട്ടെ. ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്ന കാര്യമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും. പക്ഷേ പടിയായി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് യേശുവിനെ വെളിപ്പെടുത്തി കാണിക്കുവാൻ കഴിയും. ഓ രാമൻ പറഞ്ഞിട്ട് വചനം പറയുന്നത് ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ഒരു നഗരത്തിന് വേണ്ടി കാത്തിരുന്നു. അപ്പൊ ചെറിയ പ്രായത്തിൽ തന്നെ യാക്കോബിന്റെ മേലൊരു പകർച്ചയുണ്ടായി. വാവ്, കണ്ടോ? ഇതാ മനസ്സിലാക്കേണ്ടത്. യാക്കോബ് ചുമ്മാ ഒന്നുമല്ല ഈ കാര്യങ്ങൾ നടക്കുന്നത്. ഏറ്റവും വലിയ പകർച്ച എന്ന് പറയുന്ന സംസാരത്തിലൂടെയാണ്. ഈ അബ്രഹാം യാക്കോബിനോട് സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ ഒരു പകർച്ച ഈ കൊച്ചുമകന്റെ മേലുണ്ടായി. അതാണ് നിങ്ങൾ തലമുറയൊക്കെ വിളിച്ച് അടുത്തിരുത്തിയിട്ട് തലേ കൈ വെച്ച് പ്രാർത്ഥിക്കണം. അവരുടെ മേൽ പകർച്ചകൾ സംഭവിക്കട്ടെ. തലമുറയൊക്കെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട്, മക്കളെയൊക്കെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് അവരുടെ മേൽ തലമേൽ കൈ നിർത്തിക്കണം. നല്ല അഭിഷേകത്തിലൊക്കെ ജ്വലിച്ച് നിൽക്കുമ്പോ, ദൈവകൃപയൊക്കെ ഒഴുകി നിൽക്കുന്ന സമയത്ത് അവരുടെയൊക്കെ ശിരസിൽ കൈവച്ച് അങ്ങ് പ്രാർത്ഥിക്കണം. അവരുടെ മേൽ ചിലതൊക്കെ അങ്ങ് പകരപ്പെടും. ഇതാണ് യാക്കോബിന്റെ മേൽ പകരപ്പെടുകയായിരുന്നു. അത് മുത്തശ്ശന്റെ മേൽ പകരപ്പെട്ടെ, അത് കൊച്ചുമകന്റെ മേൽ വെളിപ്പെട്ടു വന്നു. അവനെ ദൈവം ഒരു രാജ്യമാക്കി മാറ്റി. അപ്പം പറഞ്ഞു, യാക്കോബ് അബ്രഹാം ഇങ്ങനെ പറഞ്ഞു, അപ്പാ അങ്ങനെ ശബ്ദം കേട്ട് ഞാൻ ഇറങ്ങി, പക്ഷെ എന്റെ കൊച്ചുമകനെ ഒരു രാജ്യമാക്കി മാറ്റണം. ഞാൻ ഒരു വ്യക്തിയായി ഒരൊറ്റ വ്യക്തിയിൽ തുടങ്ങിയിട്ട് കൊച്ചുമകനെ ദൈവം രാജ്യമാക്കി മാറ്റി. നീട്ട അടിസ്ഥാനങ്ങളെ പണിയുവാൻ അടുത്തൊരു ജനറേഷൻ ഉണ്ട്. നിന്റെ തലമുറ പുരാതന ശൂന്യങ്ങളെ പണിയും. നീട്ട അടിത്തറകളെ പണിയുവാൻ അടുത്തൊരു ജനറേഷനെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. അവർ സ്പിരിച്വൽ റിലത്തിൽ അബ്രഹാമിന്റെ പ്രാർത്ഥനകളും അബ്രഹാം പറഞ്ഞു കൊടുത്തതും ചെറിയ പ്രായത്തിൽ തന്നെ യാക്കോബിന്റെ മേൽ അവൻ പോലും അറിയാതെ ഒരു ആത്മമണ്ഡലം തുറക്കപ്പെട്ടു. അതുകൊണ്ടാണ് ആത്മമണ്ഡലം തുറക്കപ്പെട്ടു. പിന്നെ യൗവനക്കാരനായിരിക്കുക. ആ സമയത്ത് അതാണ് പോകുന്നത് യൂസിലേക്ക്. അപ്പൊ ഒരു ആത്മമണ്ഡലം നമ്മുടെ മേൽ തുറക്കപ്പെട്ടാൽ അതേ ആത്മമണ്ഡലം തുറന്നു നിൽക്കുന്ന ആ ഇടത്ത് ചെല്ലുമ്പോൾ വേഗത്തിൽ നിങ്ങൾക്ക് ആത്മമണ്ഡലവുമായി കണക്ട് ആകാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഒരു ആത്മമണ്ഡലം നമ്മുടെ മേൽ തുറക്കപ്പെട്ടാൽ ആ ആത്മമണ്ഡലവുമായിട്ട് അതേ ആത്മമണ്ഡലം നിൽക്കുന്ന ഇടത്ത് നിങ്ങൾ ചെല്ലുമ്പോൾ കണക്റ്റഡ് ആകും. അതൊരു ജനറേഷനാണ്. അപ്പൊ ആ വിളിയുള്ള ആ ആത്മതലങ്ങളുമായി കണക്റ്റഡ് ആയിരിക്കുന്ന ബന്ധമുള്ള യാക്കോബ് ലൂസിൽ ചെന്നപ്പോൾ ആ ആത്മതലത്തിൽ കണക്റ്റായി. ഞാൻ ഈ വലിയ ദൈവകൃപയൊക്കെ ഉള്ള അഭിഷേകമൊക്കെ ഉള്ള ഒരു സ്ഥലത്തൊക്കെ ഒരു പരിധിക്കപ്പുറം ഒരു സാധാരണ ഇതിനപ്പുറമുള്ള സാധാരണ കവിഞ്ഞപ്പുറമുള്ള ഒരു ആത്മതലങ്ങളൊക്കെ ചലിക്കുന്ന ഇടങ്ങളിൽ ഞാൻ പോയി പെട്ടെന്ന് എനിക്ക് ആ മേഖലയുമായിട്ട് പെട്ടെന്ന് കണക്ട് ആകുന്നതായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോഴെനിക്ക് രഹസ്യം മനസ്സിലായത്, പ്രിയ ഇന്ന് കേൾക്ക്,
യാക്കോബ് പറയുക, യഹോവയുടെ ഉണ്ട് സത്യം ഞാനോ അറിഞ്ഞില്ല, ദൈവയുടെ ഉണ്ട് സത്യം ഞാനോ അറിഞ്ഞില്ല. ഇന്ന് തിരിച്ചറിയ, ആ യേശുവിന്റെ നാമത്തിൽ നമുക്ക് അഭിഷേകം ആവശ്യമാണ്. നമ്മൾ വില കൊടുക്കാൻ തയ്യാറാണ്. അബ്രഹാം നൽകിയ വില, അവൻ നാട് വിട്ടു, ബന്ധുക്കളെ വിട്ടു, സുരക്ഷിത മേഖല വിട്ടു, ലക്ഷ്യമറിയാതെ അദ്ദേഹം യാത്ര ആരംഭിച്ചു. എവിടേക്ക് പോകുന്നു എന്നറിയാതെ ഇടയായിട്ടു. പക്ഷേ അവന് ലക്ഷ്യസ്ഥാനം. പ്രിയരെ, ഇന്ന് അഭിഷേകത്തിന് വില നമ്മൾ കൊടുക്കേണ്ടത് ആവശ്യമാണ്. മീൻസ് നമ്മുടെ വിളിക്കൊരു വില നമ്മൾ കൊടുക്കണം. ആ വിളിയെ തിരിച്ചറിഞ്ഞിട്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു വാക്യം കൂടി വായിച്ച് 1 മിനിറ്റ് കൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ. അതുകൊണ്ടാ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നത്. എബ്രായ ലേഖനം 12-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നത് വിശ്വാസത്തിന്റെ ഇങ്ങനെ പറയുന്നു, ആകയാൽ നാം സാക്ഷികൾ ഇത്ര വലിയ എന്റെ 2-ാമത്തെ വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന ഓട്ടം, ഓക്കെ, 1-ാം വാക്യം, ആകയാൽ നാമും സാക്ഷികൾ ഇത്ര വലിയ സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നുകൊണ്ട് സകല ഭാരവും, മുറുകെ പറ്റുന്ന പാവവും വിട്ട്, അവിടെ സകല ഭാരവും